ഹലോ നമസ്കാരം. ഇപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ടുള്ളൊരു ഇടിയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് റാഗിയുടെ പാക്കറ്റ് വാങ്ങുക. അതിൽ നിന്നൊരു സ്റ്റിക്ക് പോലുള്ള ഒരു ഐറ്റമാണ് റാഗിയുടെ കിട്ടുക. അതെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിനാവശ്യമായത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതങ്ങനെ ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ, മാക്സിമം 5 മിനിറ്റ്, അതിൻ്റെ മേളിൽ പോരാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ കുതിർക്കാനായിട്ട് വെച്ചതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അന്നേരം കറിക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഉണ്ടാക്കാനുള്ള മുട്ട വേവിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആ വെള്ളം മുട്ട വെച്ചതിന് ശേഷം ഒപ്പം തന്നെ, ഞാനിപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ കറി, ഓക്കെ. അപ്പോൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ അത് ഞാൻ പറഞ്ഞല്ലോ അധികം നേരം വെക്കേണ്ടതാണ്. അപ്പോൾ അത് ഒന്ന് എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് കുതിർന്നാൽ മതി. ഒത്തിരി ഇങ്ങനെ ഇതായിട്ട് ഇരിക്കരുത്. അപ്പോൾ അത് കുതിർത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് അത് എടുത്തിടുക. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ പോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കുക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലവർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ എന്നാലും അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കിയൊക്കെ വരണ സമയം അതൊക്കെ നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ തോന്നില്ല ഇടിയപ്പം. അപ്പോൾ അതിന് പകരമാണ് എളുപ്പത്തിനായിട്ട്, അതും വ്യത്യസ്തമായിട്ടൊരു ഡിഷ് ആവുകയും ചെയ്യും. അപ്പോൾ റാഗിയുടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം പോലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് തേങ്ങയാണ്. ഒരു പിടി തേങ്ങ മതി. തേങ്ങ ചിരകിയത്, ഒരു പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. കാരണം ഈ ഇടിയപ്പം വെക്കുമ്പോൾ അതിൻ്റെ മേളിൽ ടോപ്പിങ്സ് ആയിട്ടുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇടിയപ്പത്തിൻ്റെ ഇഡലിത്തട്ട് വെച്ചു. അടുപ്പിലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇഡലിത്തട്ട് വെച്ചു. ഇഡലിത്തട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചിരകിയ തേങ്ങ കുറച്ച് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വെള്ളം വാരാൻ പോകാൻ വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ്, റാഗിയുടെ സ്റ്റിക്ക് കുതിർത്തത് ആ ഇഡലിത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ ഇഡലിത്തട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കുക. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ വർക്കുള്ളൂ. അപ്പോൾ ഈ ഇഡലിത്തട്ടിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ടു. തേങ്ങയ്ക്ക് മുകളിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ സ്റ്റിക്ക് ഇട്ടു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു. വീണ്ടും തേങ്ങ ഇടണം, കാരണം ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഈ റാഗിയുടെ ഇതിൽ നമ്മൾ ആ വെള്ളം പോകാനായിട്ട് വെച്ചുകൊണ്ട് വെള്ളമൊന്നും ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ ഒരു വെള്ളം മയം ഉണ്ടാവും, പക്ഷേ എന്നാലും അത് അങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടോ അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് അന്നേരം ചേർത്തിട്ട് വേണം വേവിക്കാൻ വയ്ക്കാൻ. ചിലവർക്ക് ഉപ്പ് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ, പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പില്ലാതെയും ചെയ്യാം. കാരണം ഉപ്പില്ലാതെ കഴിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് കറിക്ക് ഉപ്പുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. നമുക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും അങ്ങനെയൊന്നും തോന്നില്ല. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റിന്, ഒരു ഉപ്പ് രസത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്നവരാണെങ്കിൽ അതിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാൻ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് സെക്ഷനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ തേങ്ങ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേളിൽ റാഗിയുടെ സ്റ്റിക്ക് കുതിർത്തത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ വീണ്ടും തേങ്ങ സ്പ്രെഡ് ചെയ്യുക. തേങ്ങ ചിരകിയത് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റീം ചെയ്യുക. നന്നായിട്ട് ആവി വന്ന് ഒരു മാക്സിമം നമുക്കറിയാം, ഒരു ഇഡലിയോ അല്ലെങ്കിൽ ഒരു ഇടിയപ്പമോ ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 6 to 10 മിനിറ്റ്സിനുള്ളിൽ അത് വേവും അല്ലേ. അപ്പോൾ ഇതിനത്രയൊന്നും എടുക്കുകയില്ല. ആക്ച്വലി ഒരു 8 to 8 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആവി വന്ന് അതൊക്കെ കുക്കായി നന്നായിട്ട് കുക്കാവും. 8 മിനിറ്റ് പോലും വേണ്ട, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ മാക്സിമം 8 മിനിറ്റ് അതിനുള്ളിൽ അത് ആവി വരുമ്പോൾ തന്നെ എടുക്കുക. ആവി വന്ന് പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ റാഗി പുഴുങ്ങണതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതെടുക്കുക. അപ്പോൾ എന്നിട്ട് ഇനി ഒരു ഇഡലിയോ അല്ലെങ്കിൽ സാധാരണ ഇടിയപ്പോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ തട്ടിൽ നിന്ന് എടുക്കുന്നത് അതേപോലെ തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ തട്ടിൽ നിന്ന് സ്പൂണും കൊണ്ട് തന്നെ കോരി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കാം. അങ്ങനത്തൊന്നും സ്റ്റിക്കാവുന്നില്ല. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ അതിൽ കിട്ടും. ഉണ്ടോ, ഇപ്പോൾ ആവി വന്ന സ്റ്റേജാണ് ഈ കാണുന്നത്. എന്നിട്ട് ആവി കഴിയുമ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് അപ്പച്ചട്ടി ഒന്നും എടുക്കാതെ തന്നെ സ്റ്റീം ഓട്ടപാത്രത്തിൽ നമ്മൾ വെള്ളം പോകാനായിട്ട് വെച്ച പാത്രത്തിൽ തന്നെ ആവി കയറ്റി അതിൻ്റെ മേളിൽ തന്നെ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇടിയപ്പത്തട്ടൊന്നും എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സ്റ്റീം ചെയ്യുക. ആക്ച്വലി ഇത് സ്റ്റീം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വർക്കുള്ളത്. അപ്പോൾ സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ പാരലൽ നമ്മൾ ആ സ്റ്റീം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ആ മുട്ട ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ആ മുട്ടക്കറിയും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇടിയപ്പം, റാഗി ഇടിയപ്പവും കൂടി ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എളുപ്പവും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ, സീ യു അഗെയിൻ.